ഹായ് ഓൾ. നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനകത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ചോദിക്കുന്നത് ബാക്കിയുള്ള ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ചാപ്റ്റർ പോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു 4-5 പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോബ്ലംസ്. സാധാരണ ആ പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. ഇനി തിയറി ചോദിക്കുകയാണെങ്കിൽ തന്നെ മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറീസ്, സാധാരണ OIM-നകത്ത് ചോദിക്കുന്നത് പോലെയുള്ള മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറീസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ തിയറി പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എളുപ്പമാണ്, പ്രത്യേകിച്ച് ഇക്വേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൊഡക്ടിവിറ്റി? നമ്മൾ ഈ പ്രൊഡക്റ്റും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യമേ മനസ്സിലാക്കണം. ദാറ്റ് മീൻസ് എത്രത്തോളമാണ് നമ്മൾ ഒരു വർഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ നോർമൽ കേസിനകത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രീതിക്കകത്ത് നമ്മൾ സാധാരണ രീതിയിൽ മീൻ ചെയ്യുന്നത്. പക്ഷേ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ ഒരു എഫിഷ്യൻസിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആ പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു എഫിഷ്യൻസിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഏതായിട്ട് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേമായിട്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനകത്ത് മാത്രമല്ല, എല്ലാത്തിനകത്തും പ്രൊഡക്ടിവിറ്റി കയറി വരും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലേബർ വേഴ്സിനകത്ത് പ്രൊഡക്ടിവിറ്റി കയറി വരും. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മിഷനറീസിനകത്ത് പ്രൊഡക്ടിവിറ്റി കയറി വരും. നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിനകത്ത് പ്രൊഡക്ടിവിറ്റി കയറി വരും. കമ്പനി ആസ് എ ഹോൾ ടോട്ടലായിട്ട് എത്ര യൂണിറ്റ് ആണോ അതിന് പ്രൊഡക്ടിവിറ്റി കയറി വരും. ഈവൻ ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന് പോലും നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേം ആവശ്യമായിട്ട് വരും. മനസ്സിലായി? ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ടേമിനകത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ടും നമ്മുടെ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? വൺസ് അഗൈൻ, നമ്മുടെ ഇൻപുട്ടും നമുക്ക് ആ ഇൻപുട്ട് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സാധാരണ രീതിയിൽ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്ത് വേണേലും ആവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് വേണേലും ആവാം. ഇപ്പം ഒരു 10 എംപ്ലോയീസിനെ നമ്മൾ ജോലിക്ക് എടുത്തു, അതൊരു ഇൻപുട്ടാണ്. ഓക്കെ, ഓരോ എംപ്ലോയീസിനും 5 മണിക്കൂർ വെച്ചാണ് ഡ്യൂട്ടി ടൈം കൊടുത്തത്. സോ ആ 50 മണിക്കൂർ എന്ന് പറയുന്നത് 10 എംപ്ലോയീസിന് 5 മണിക്കൂർ വെച്ച് 50 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് കൊണ്ട് നമുക്ക് എത്രത്തോളമാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതാണ് പ്രൊഡക്ടിവിറ്റി. ഇത് ഇൻപുട്സിനകത്തും വരും. ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസിനും വരും. 1000 കിലോ ഇൻപുട്ട് കൊണ്ട് നമ്മളൊരു 750 അല്ലെങ്കിൽ 800 കിലോ ആണ് ഔട്ട്പുട്ട് ഉണ്ടാക്കണേ. അത് പ്രൊഡക്ടിവിറ്റിയാണ്. മനസ്സിലായി? അതേപോലെ തന്നെ 1000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ വെച്ചിട്ട് 1200 യൂണിറ്റ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി, അതും പ്രൊഡക്ടിവിറ്റിയാണ്. സോ ഒറ്റ സിംഗിൾ ടേമിനകത്ത് പറയുന്നതെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും കമ്പാരിറ്റീവ്ലി സെയിം ആണെങ്കിൽ പോലും ഓക്കെ, ആ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേമിനകത്ത് ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായി? നമുക്ക് നമ്മുടെ മെറ്റീരിയലിനകത്ത് ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കി മനസ്സിലാവോ? ഇതാണോ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്നാണ് അതിനെ പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. സോ പി ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വേണേലും ആയിക്കോട്ടെ, അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. കേട്ടോ, സാധാരണ രീതിയിൽ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന സാധനം, സാർ ഇത് പ്രൊഡക്ടിവിറ്റി, സോ ഇതെന്തോ റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേം നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് കാണുന്ന റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നതല്ല. ഏത് വേണേലും ആവാം. മനസ്സിലായി? ലേബർ അവേഴ്സ് ആവാം, അല്ലെങ്കിൽ മിഷൻ അവേഴ്സ് വരാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റോ മെറ്റീരിയൽസ് വരാം. അങ്ങനെ ഏത് ഐറ്റം വേണേലും ആവാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഏത് ഇൻപുട്ടും ഔട്ട്പുട്ടും ആ ഇൻപുട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടും നമ്മൾ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി വ്യൂഡ് ഫ്രം ദ ഫോളോയിങ് പോയിന്റ്സ്. അതായത് ഈ പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ടു ബീറ്റ് ദ കോമ്പറ്റീഷൻ. സോ നിങ്ങളൊരു കമ്പനീനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കമ്പനീനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, അവിടെ എന്തിനാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിനകത്തും പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യണേ?
മനസ്സിലായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു മൊബൈൽ നിങ്ങൾ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജറായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ജനറൽ മാനേജറായിരുന്നു. സോ നിങ്ങളവിടെ ഓരോ എലമെൻസിൻ്റെയും പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായി. അതായത് നിങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നു, ആ റോ മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി, ഓക്കെ. സോ നിങ്ങൾ വിചാരിച്ചതുപോലെ അത്രയും പ്രൊഡക്ടിവിറ്റി അതിനകത്ത് ഉണ്ടായില്ല. സോ നമ്മൾ റോ മെറ്റീരിയൽ മാറ്റി വേറെ രാജ്യത്ത് നിന്ന് നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുവന്നു. അതേപോലെ നമ്മളൊരു 1000 ലേബേഴ്സിനെ നമ്മൾ പണിക്ക് നിർത്തി. ഈ പറയുന്ന ഫാക്ടറിക്കകത്ത് ഒരു 1000 ലേബേഴ്സിനെ പണിക്ക് നിർത്തി. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് പ്രോപ്പറായിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ആ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെ ആ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നു. ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി അനലൈസ് ചെയ്താൽ ഈ പറയുന്നത് പോലെ ഈ വർക്കിന് അവർ സ്യൂട്ടാണോ, സിറ്റുവേഷൻ മനസ്സിലായോ? അത് ഇപ്പോൾ ഒരു ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിളും കൂടെ പറയുന്നത്, നിങ്ങളെ ഞാൻ ഇവിടെ ജോലിക്ക് എടുത്തു എന്ന് വിചാരിക്കുക, സപ്പോസ്, ഓക്കെ. നിങ്ങൾക്ക് 5 മണിക്കൂറാണ് ഒരു ദിവസത്തെ ജോലി ഭാരം തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് യുവർ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്ന ഒരു ദിവസം 5 മണിക്കൂറാണ്. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു ദിവസം നിങ്ങൾ 500 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കിയാൽ മതി. ദാറ്റ് മീൻസ് ഒരു അവറിന് ഞാൻ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഓരോ അവറിലും എത്ര വെച്ച് 100 മൊബൈൽ ഫോൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. മനസ്സിലായി? ഒരു നോർമൽ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മണിക്കൂറിൽ നിങ്ങൾ 100 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് 5 മണിക്കൂറാണ്. സോ നിങ്ങൾ 500 മൊബൈൽ ഫോൺസ് ആണ് ഒരു ദിവസത്തെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. സോ നോക്കി, ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആകെ കൂടെ 450 യൂണിറ്റ്സ് മൊബൈൽ ഫോൺസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 500 ആണെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി കുറവാണ് എന്ന് പറയാം, ഓക്കെ. സോ നിങ്ങളെ പോലെയാണ് എല്ലാ എംപ്ലോയീസ് എന്ന് വിചാരിക്കുക. സോ തീർച്ചയായിട്ടും കമ്പനിക്ക് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പനിക്കകത്തുള്ള ഓരോ സെക്ടറിൻ്റെയും ഏത് അനലൈസ് ചെയ്തേ പറ്റൂ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം അനലൈസ് ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇതെല്ലാം കമ്പനിയുടെ ഏതിന് വേണ്ടിയിട്ട് തന്നെയാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കമ്പനി കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗൈഡ് ടു മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ലെവലിനകത്തുള്ള പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ ആ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് നമുക്കൊരു 4 രീതിയിലുള്ള കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ, പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഡിഫറെൻറ്റ് ഫേംസ് ക്യാൻ ബി മെഷേർഡ്, അനലൈസ്ഡ് ആൻഡ് കമ്പയർഡ്. ദാറ്റ് മീൻസ് ഓരോ ഫേമിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എഫിഷ്യൻസി മെഷർ ചെയ്യാം, അത് കമ്പയർ ചെയ്യാം. And the necessary step can be taken to improve the productivities of the firm. That means ഈ പറയുന്ന ഓരോ ഫേമിൻ്റെയും പ്രൊഡക്ടിവിറ്റികൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ഫേമുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അതായത് അവരുമായിട്ടുള്ള അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി അനലൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇനി എവിടേക്കാണ് മെച്ചപ്പെടുത്തേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനും ഏത് വേണം, ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം വേണം. ആൻഡ് ദ സെക്കൻഡ് വൺ ടാക്ടിക്കലാണ്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓർ ദ സെക്ടേഴ്സ് ഓഫ് ദ ഫേം. ദാറ്റ് മീൻസ് ആദ്യം പറഞ്ഞത് വിത്തിൻ ദ ഫേം ആണെങ്കിൽ, ഇവിടെ ടാക്ടിക്കൽ ആകുമ്പോൾ ഒരു ഫേമിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓരോന്നിനും പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഫിക്സ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് കമ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല കമ്പനിക്കകത്തും ഈ പറയുന്ന ലേബേഴ്സിന് ബോണസ് ഒക്കെ കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ലേബേഴ്സിന് ബോണസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്, ബോണസിനേക്കാൾ കുറച്ചും കൂടെ നല്ല ടേം ഇൻസെൻറ്റീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ, ഒരു മണിക്കൂറിൽ നിങ്ങളോട് 100 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് 5 മണിക്കൂറാണ് തരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ദിവസത്തെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 500 മൊബൈൽ ഫോൺസ് ആണ്. സോ നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വളരെയധികം പ്രൊഡക്ടിവിറ്റി ഉണ്ട്. സോ നിങ്ങൾ 500 അല്ല, നിങ്ങളൊരു 600 മൊബൈൽ ഫോൺസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ദിവസം പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ നോക്കി, ഇവിടെ നിങ്ങൾക്ക് എഫിഷ്യൻസി കൂടുതലാണ്, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. സോ അത് കമ്പയർ ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഏതും കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള ലേബേഴ്സിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സാധനം കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്. അറിയാലോ, ഈ പറയുന്നത് പോലെ ഓരോ ടേമിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഐറ്റംസിൻ്റെയും പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഈ ഫേമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ്സ് കോൾഡ് അഡ്മിനിസ്ട്രേഷൻ. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കമ്പനി ആസ് എ ഹോൾ എന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, കമ്പനിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതെല്ലാം ആര് തന്നെയാണ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ്. സോ ഇവിടെയും ഓരോന്നിൻ്റെയും ഈ ഫേമിനകത്തുള്ള ഫാക്ടറിക്കകത്തുള്ള ഓരോന്നിൻ്റെയും സ്പെഷ്യലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഓക്കെ, ആൻഡ് നോക്കി, ആൻഡ് ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഗ്രസ് അറിയാലോ. ദാറ്റ് മീൻസ്
ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഫിക്സ് ചെയ്താൽ മാത്രമേ നിങ്ങളെ ഓരോരുത്തരെയും എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എനിക്ക് ഓരോരുത്തരുടെയും പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ആ ഒറ്റ എക്സാമ്പിൾ വെച്ച് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 500 സ്റ്റാൻഡേർഡ് വെച്ചു. ആദ്യത്തെ ദിവസം നിങ്ങൾ 450 മാത്രമേ ഉള്ളൂ. സോ നമ്മളത് മെഷർ ചെയ്യുന്നു. അത് മെഷർ ചെയ്തിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുക, അടുത്ത ദിവസം ചെക്ക് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം 450 ആയിരുന്നു. സോ അടുത്ത ദിവസം 460 ആയി, പിന്നെ അത് 480 ആയി, പിന്നെ അത് 500 ആയി, പിന്നെ അത് 520 ആയി. ദാറ്റ് മീൻസ് ഓരോ കേസിനകത്തും നിങ്ങളുടെ എഫിഷ്യൻസിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിനകത്തുണ്ടാവുന്ന പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മാക്സിമം യൂട്ടിലൈസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. അറിയാലോ, ഈ പറയുന്ന പോലെ പ്രൊഡക്ടിവിറ്റി, ഈ നേരത്തെ പറഞ്ഞ കേസിനകത്താണെങ്കിൽ ലേബേഴ്സിന് എഫിഷ്യൻസി കുറവാണെങ്കിൽ ഓക്കെ അവരെ മാറ്റാം, അല്ലെങ്കിൽ അവരെ മാറ്റുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഫേമിനകത്തുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ നല്ലപോലെ ഇൻഡെക്സ് ഫിക്സ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഫേമിൻ്റെ തന്നെ യൂട്ടിലൈസേഷൻ റിസോഴ്സസ് മാക്സിമം ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് കീ ടു നാഷണൽ പ്രോസ്പെറിറ്റീസ്. ഓക്കെ, അതായത് ഇതിനെ വലിച്ചു നീട്ടി ഒരു നാഷണൽ ഗ്രോത്തിൻ്റെ സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരികയാണ്. അതിനകത്ത് ഇവർ കൂടെ പറയുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ നന്നാവുക, അപ്പോൾ നിങ്ങളുടെ വീട് നന്നാവും, വീട് നന്നായാൽ നാട് നന്നാവും എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ കമ്പനിക്കകത്തുള്ള ഓരോ മിഷണറീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും പ്രൊഡക്ടിവിറ്റി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയണേ. അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിനകത്ത് അങ്ങനെയാണ് മെൻഷൻ ചെയ്യണേ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ലാഭത്തിൽ പോകുന്ന എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് എന്ത് ചെയ്യാൻ പോവുക, ഇത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ പോവുകയാണ്. സോ അവിടെ ഒരു നാഷണൽ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം 5 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾ 500 മൊബൈൽ ഫോൺസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മാറ്റി നിങ്ങൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ 600 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സാലറി സെയിം ആയതുകൊണ്ട് എനിക്ക് ആ മൊബൈൽ ഫോൺ ഉണ്ടാക്കാവുന്ന കോസ്റ്റ് കുറയും. ആ കോസ്റ്റ് കുറയുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ കോസ്റ്റ് ആരെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ജനങ്ങൾക്ക് പൈസ കുറച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടും. സോ അതൊരു നാഷണൽ ഗ്രോത്തിലോട്ടൊക്കെ എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, and the prosperity to labor. Okay, the higher productivity is boon to the labor also. It brings improved working conditions, better wages and salaries to the workers. ഈ പറഞ്ഞതുപോലെ നാഷണൽ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എംപ്ലോയിക്കും എന്തുണ്ടാവും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് മനസ്സിലാക്കുക. ആ പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് നോക്കാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇത് സോറി സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയ ഒന്നും ചോദിക്കാറുള്ളത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനിയിപ്പോൾ ഓഫ്ലൈൻ എക്സാമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം എന്താണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള കാര്യം നോക്കുക. കാരണം ഈ പറയുന്ന പോലെ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സോ എല്ലാം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒന്ന് പ്രൊഡക്ടിവിറ്റിയുടെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാത്തിനകത്തും പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഏതൊക്കെ രീതിയിലാണ് മെഷർ ചെയ്യാമെന്നാണ് നോക്കണേ. ഓക്കെ, ദ പ്രൊഡക്ടിവിറ്റി ഓർ ദ പെർഫോമൻസ് ഓഫ് ദ വേരിയസ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഫാക്ടേഴ്സ് ക്യാൻ ബി മെഷർഡ് ഇൻ മെനി വേസ്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണേ. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. അതായത് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ച് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് ഇൻപുട്ട് ഡ്യൂറിംഗ് ദ ഗിവൺ പീരീഡ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ വർക്കർ ഓർ പെർ മാൻ അവർ വിൽ സിഗ്നിഫൈ ദ ചേഞ്ച് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ ലേബർ. മനസ്സിലായി? അതായത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യണേ? ഈ പറഞ്ഞതുപോലെ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിനകത്തുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മെഷർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം 5 മണിക്കൂർ നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഇൻപുട്ടാണ് 5 മണിക്കൂർ എന്ന് പറയുന്നത്. സോ ആ 5 മണിക്കൂറുള്ള ഇൻപുട്ട് കൊണ്ട് നിങ്ങളുടെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യണം. ദാറ്റ് മീൻസ് 500 ആണോ 600 ആണോ 450 ആണോ എത്രയാണ് മൊബൈൽ ഫോൺസ് എന്ന് പറയുന്ന സാധനം കമ്പയർ ചെയ്യണം. മനസ്സിലായി? സോ ഇവിടെ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ പറയുന്നത് നോക്കിയേ, ചേഞ്ച് ഇൻ ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ പോലെ നേരെ തിരിച്ച്
ദാറ്റ് മീൻസ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിർത്തിയിരിക്കുന്നത് ഔട്ട്പുട്ടിനെയാണ്. ആ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എത്ര അവേഴ്സ് ആണ് എടുക്കണേ എന്ന് നോക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ആദ്യത്തേനകത്ത് 5 മണിക്കൂർ തന്ന് 500 നിങ്ങളുടെ അടുത്ത് പ്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞു, നിങ്ങൾ 600 പ്രൊഡക്ഷൻ നടത്തി. സോ അവിടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യുന്നത് 5 എന്ന് പറയുന്ന ഇൻപുട്ടിനെയും 600 എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെയാണ്. സെക്കൻഡ് കേസിനകത്ത് നിങ്ങളോട് പറയുന്നത് ഇൻപുട്ടിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ഔട്ട്പുട്ടിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 500 എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്ത് വെക്കുന്നു. അതായത് നിങ്ങൾ 600 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കണ്ട, നിങ്ങൾ എത്ര ഉണ്ടാക്കിയാൽ മതി, 500 ഉണ്ടാക്കിയാൽ മതി. ആദ്യത്തെ കേസിനകത്ത് 500 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 5 മണിക്കൂർ വേണമെങ്കിൽ, രണ്ടാമത്തേനകത്ത് നിങ്ങൾക്ക് 500 മൊബൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ വേണ്ട. കാരണം 5 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഉണ്ടാക്കും, 600 ഉണ്ടാക്കും. സോ 500 മൊബൈൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 4.5 മണിക്കൂർ മതി. മനസ്സിലായി? സോ ഇവിടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് കേസിനകത്ത് 5 മണിക്കൂർ എടുത്തത് നിങ്ങൾ എത്ര മാത്രമേ എടുത്തുള്ളൂ, 4.5 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, സോ മെയിനായിട്ട് 2 ഫാക്ടേഴ്സിനകത്താണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് നോക്കാം, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഈ 2 കേസിനകത്താണ് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ പോണേ. ഈ പറഞ്ഞ ഓരോ കേസിനകത്തും നമ്മൾ പ്രൊഡക്ടിവിറ്റിനെ മെഷർ ചെയ്യാൻ പോണേ. ഓക്കെ, ആൻഡ് some of well-known indices of the productivity are given below. The first one, man hour output. ഈ പറഞ്ഞതുപോലെ നോക്കി, പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാൻ അവേഴ്സ്. അതായത് ഓരോരുത്തരുടെയും ഓരോ മാൻ അവേഴ്സിൻ്റെയും എന്താണ് കണ്ടുപിടിക്കുന്നത്, പ്രൊഡക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ആ മാൻ അവേഴ്സിൽ നിന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കാം. സോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാൻ അവേഴ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ, പ്രൊഡക്ടിവിറ്റി റേഷ്യോ. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് നമ്മൾ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കണേ. മനസ്സിലായി? അതായത് കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി എത്രയാണ് പറഞ്ഞത് നോക്കി, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും ആണ്. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ, യൂസസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ്. കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു ആഡഡ് വാല്യൂ ഡിവൈഡ് ബൈ ലേബർ കോസ്റ്റ്, അല്ലെങ്കിൽ ആഡഡ് വാല്യൂ ഡിവൈഡ് ബൈ കൺവേർഷൻ കോസ്റ്റ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ലേബർ വരാം, മെറ്റീരിയൽ വരാം, കൺവേർഷൻ കോസ്റ്റ് വരാം, അങ്ങനെ ഏത് കേസ് വേണമെങ്കിലും വരാം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതും അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നതും. ഏത് സോഴ്സ് ആണെങ്കിലും ശരി, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കമ്പാരിസനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയണേ. വൺസ് അഗൈൻ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയണേ. മെയിനായിട്ട് 2 രീതിയിലാണ്. ഫസ്റ്റ് വൺ, ഇൻപുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഔട്ട്പുട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ, ഔട്ട്പുട്ടിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഇൻപുട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്തിനെ മെഷർ ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്നു. ഓക്കെ, നോക്കി, അതർ യൂസ്ഫുൾ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാൻ പവർ പ്രൊഡക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് ഓഫ് മാൻ അവേഴ്സ്. എത്രയാണോ ഡിവൈഡ് ബൈ എത്രയാണോ മാൻ അവേഴ്സ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ഓക്കെ, ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. ഇനി ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ അസറ്റ് എംപ്ലോയിഡ്. മനസ്സിലായി? എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇൻപുട്ട്. അതിൽ നിന്ന് എത്രയാണോ ഗുഡ്സോ സർവീസസ് കിട്ടിയിരിക്കുന്നത്, അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് എനർജി പ്രൊഡക്ടിവിറ്റി നോക്കി, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് ഓർ കോസ്റ്റ് ഓഫ് എനർജി. ദാറ്റ് മീൻസ് ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എനർജിയാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസും ആണ്. സോ സിംപ്ലി നമ്മൾ പറയുവാണെങ്കിൽ എന്തായിട്ട് പറയാം, പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ലേബർ, ക്യാപിറ്റൽ, മെറ്റീരിയൽ ഓർ അതർ ഇൻപുട്സ്. വൺസ് അഗൈൻ, ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മളുള്ള ഏതിനെ തന്നെയാണ്, ആ റേഷ്യോനെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, ടൂൾസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓർ ഹൗ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ, ഇപ്പോൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞതുപോലെ 500 മൊബൈൽ ഫോൺസ് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി നിങ്ങൾക്കില്ല. സോ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കണമെന്നാണ് നോക്കണേ. ദ ഫസ്റ്റ് വൺ, ഹ്യൂമൻ ആസ്പെക്ട്സ്. Under this, the cooperation of workers is sought in the following ways. That means more workers' participation in the management or the decision making through joint consultation, improving communications of services, and improving mutual trust and cooperation through improved job procedures and better planning of work. That means ഇവിടെ എല്ലാത്തിനകത്തും പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ലേബേഴ്സിനെ കുറച്ചും കൂടെ മാനേജ്മെന്റിലോട്ട് അടുപ്പിക്കുക, അല്ലെങ്കിൽ ലേബേഴ്സിനെ കുറച്ചും കൂടെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക. മനസ്സിലായി?
അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള എഫിഷ്യൻസി കണ്ടെത്താൻ വേണ്ടിയിട്ടും അവരുടേതായിട്ടുള്ള എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ടും അവർ ഈ പറയുന്നത് പോലെ ഒരു ലേബേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് നിർത്താതെ അവർ മാനേജിനകത്ത് കൊണ്ടുവരികയും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അവരുടെ അടുത്ത് അവരുടേതായിട്ടുള്ള സജഷൻസ് ചോദിക്കുകയും അങ്ങനെ ലേബേഴ്സ് എന്തായാലും അങ്ങനെയല്ലേ, ഏത് കമ്പനിയിലാണെങ്കിലും ലേബേഴ്സിന് ഒരു ഫ്രീഡം ഓഫ് വർക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലപോലെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ എഫിഷ്യൻ്റായി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനും പറ്റുള്ളൂ, പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പറ്റുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, സപ്ലൈ ഓഫ് ഇൻപുട്സ്. നോർമൽ കേസ് ദാറ്റ് മീൻസ് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം അല്ലെങ്കിൽ കമ്പനിയുടെ ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് അതാത് സമയത്ത് കിട്ടേണ്ട ക്വാളിറ്റി ആയിട്ടുള്ള ഇൻപുട്സ് കിട്ടിയേ പറ്റൂ അല്ലേ. ഇപ്പം നമ്മൾ എടുക്കുന്ന ഇൻപുട്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്ന റോ മെറ്റീരിയൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലത് ക്വാളിറ്റി ഉള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും അതിനനുസരിച്ച് കൂട്ടാൻ പറ്റും. ഓക്കെ, ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഈ പറഞ്ഞതുപോലെ നോക്കി വർക്ക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ടു ഡിറ്റർമൈൻ ദ ബെറ്റർ വേസ് ആൻഡ് മീൻസ് ഓഫ് ഡൂയിങ് എ ജോബ്, ഇംപ്ലിമെൻറ്റ് ഓഫ് വേരിയസ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാംസ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന ടോട്ടലായിട്ട് കമ്പനിക്കകത്ത് കയറി വരുന്ന ഒരു ടാക്ടിക്കൽ അപ്രോച്ചസ് ഉണ്ടല്ലോ. ഓക്കെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചസ്, അതായത് കമ്പനിക്കകത്ത് മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ബേസ് ഇത്രേ ഉള്ളൂ, ഇൻപുട്ടിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റേഷ്യോയിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റണം, ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റണം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റിയുടെ ഫാക്ടേഴ്സ് എന്നാണ് നോക്കണേ. അതിനകത്ത് ആദ്യത്തെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ദാറ്റ് മീൻസ് ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡിംഗ് ഡിഗ്രി ഓഫ് മെക്കാനിസം, പിന്നെന്താ ടെക്നിക്കൽ നോഹോ, റോ മെറ്റീരിയൽ, ലേഔട്ട് ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് വർക്ക് ഡിറ്റർമൈൻ. അതിനകത്ത് തന്നെ നോക്കി ദ സൈസ് ഓഫ് പ്ലാന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലാന്റ് ആൻഡ് ജോബ് ലേഔട്ട്, മെഷീൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്, പവർ, റോ മെറ്റീരിയൽ എക്സെട്ര ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്ടിവിറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺസ് അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ പ്രൊഡക്ടിവിറ്റി. കഴിഞ്ഞ ടേമിനകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാന്നാണെങ്കിൽ ഇവിടെ നമ്മളോട് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എന്തൊക്കെ കാര്യങ്ങൾ ബാധിക്കും. അതിനകത്ത് ആദ്യത്തെയാണ് പറഞ്ഞത് ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. നമ്മുടെ കമ്പനിക്കകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കമ്പനിയുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് കമ്പനിയുടെ തീർച്ചയായിട്ടും ഏതിനെ ബാധിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും അല്ലേ. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ 500 എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഫിക്സ് ചെയ്യണം. അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ്. അതായത് നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ആൾസോ അഫക്ട് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വൽ കേസിനകത്തും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്തിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള നോളേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള നോളേജ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ കുറേ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ലേബേഴ്സിൻ്റെ സ്കിൽസിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഏത് കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. And the next one, organizational factors are includes various steps taken by the organization towards maintaining the better industrial relationship. That means ഇവിടെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ആ ഫേം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് അത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ട്രാൻസ്പെറൻറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയീസിനെ ബാക്കി എല്ലാവരും കൂടെ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് കൊണ്ടുവരികയും അവരെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യും കൂടെ വേണം. ഏത് വേണ്ടിയിട്ട്? ഈ പറഞ്ഞതുപോലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിക്ക് പറയുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ എഫിഷ്യൻസി, പ്രോപ്പർ പേഴ്സണൽ പോളിസീസ് റിലേറ്റിംഗ് ടു ദ സെലക്ഷൻ, പ്ലേസ്മെന്റ്, പ്രൊമോഷൻ, വേജ്. ദാറ്റ് മീൻസ് ആ ഇൻഡസ്ട്രിക്കകത്ത് കയറി വരുന്ന ആ ഫേമിനകത്ത് കയറി വരുന്ന ആ ഫേമിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി കയറി വരുന്ന എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്ത് വരും. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് കയറി വരും. ആൻഡ് ദ വർക്ക് എൻവയോൺമെൻറ്റ്. ഓക്കെ, വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എല്ലാം വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണേ. ദാറ്റ് മീൻസ് എംപ്ലോയീസിനും പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ അവർ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കി അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ഫാക്ടേഴ്സ്, മാനേജറിയൽ ഫാക്ടേഴ്സ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിനെക്കുറിച്ച്,
ഈ പറഞ്ഞതുപോലെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിലും ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്തത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് തിയറി ഉള്ളത്. ഈ തിയറിക്കകത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഭാരിച്ച എന്തെങ്കിലും ഉണ്ടെന്ന്. നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ബേസിക് ആയിട്ടുള്ള ആ ഒറ്റ കാര്യം തന്നെ മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഏതിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ റോ മെറ്റീരിയലിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. നമുക്ക് പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. The illustration number 1, in a particular plant there are 10 workers manufacturing a single product and the output per month consisting of 25 days of a particular product is 200. How much is the monthly productivity? Okay, ഇവിടെ monthly productivity ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി എങ്ങനെയായിരുന്നു? In a particular plant there are 10 workers, 10 workers ആണുള്ളത്, manufacturing a single product. ഔട്ട്പുട്ട് പെർ മന്ത് കൺസിസ്റ്റിംഗ് ഓഫ് 25 ഡേയ്സ്, ഒരു മാസം 25 ദിവസമാണ്. ഓക്കെ, എത്രയാണ് അവരുടെ ഔട്ട്പുട്ട്? അതായത് 10 വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മന്ത്ലി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോസ്. അതായത് 10 പേർക്ക് 200 ആണെങ്കിൽ ഓരോരുത്തരുടെയും എന്ത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആയിരിക്കും? 20 യൂണിറ്റ്സ് ആയിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എളുപ്പമാണ്. അതായത് 10 വർക്കേഴ്സാണ്, 10 വർക്കേഴ്സ് ഒരു മാസം പണിയെടുത്തപ്പോൾ 200 യൂണിറ്റാണ് പ്രൊഡക്ഷൻ നടത്തിയെങ്കിൽ ഇൻഡിവിജ്വലി എത്ര തന്നെ ആയിരിക്കാം? ഈ പറഞ്ഞതുപോലെ ഓരോ ആൾക്കും 20 യൂണിറ്റ് തന്നെ ആയിരിക്കാം. ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. ഓക്കെ, ദർ ആർ 2 ഇൻഡസ്ട്രീസ് എ ആൻഡ് ബി മാനുഫാക്ചറിങ് ഹോസ് കപ്ലിങ്സ്. ദ സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ് ഈസ് 15 മിനിറ്റ്സ്. സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. അതായത് ഓരോ യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താനും നമുക്ക് എത്ര മിനിറ്റ് വെച്ചെടുക്കും? 15 മിനിറ്റ്സ് വെച്ചെടുക്കും. ദ ഔട്ട്പുട്ട് ഓഫ് 2 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈസ് 30 ആൻഡ് 20 റെസ്പെക്റ്റീവ്ലി. അതായത് രണ്ട് ഫേമിൻ്റെ ആണ് പറയണേ. എങ്ങനെയൊക്കെയാണ്? 30 ആൻഡ് 20 റെസ്പെക്റ്റീവ്ലി. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് രണ്ട് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ ഔട്ട്പുട്ടാണ് പറഞ്ഞിരിക്കുന്നത് 30യും 20യും റെസ്പെക്റ്റീവ്ലി പെർ ഷിഫ്റ്റ് ഓഫ് 8 hours. ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 8 മണിക്കൂറാണ്. ഫൈൻഡ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഈച്ച് പെർ ഷിഫ്റ്റ് ഓഫ് 8 hours. ഓരോ 8 ഹവേഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ ഫോർ ഈച്ച് പെർ വീക്ക് കൺസിസ്റ്റിംഗ് ഓഫ് 6 days? മനസ്സിലായി? 6 ദിവസം വരുന്ന ഒരാഴ്ചയിലെ എത്രയായിരിക്കും നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്നും കൂടെ നോക്കണം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. നമുക്ക് പ്രൊഡക്ടിവിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ദർ ആർ 2 ഇൻഡസ്ട്രീസ് എ ആൻഡ് ബി. അവരുടെ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ടൈം പെർ പീസ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് ആണ് നമുക്ക് ആവശ്യം. ഓർത്തിരിക്കണം, ഒരു യൂണിറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് 2 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് 30 ആൻഡ് 20 റെസ്പെക്റ്റീവ്ലി പെർ ഷിഫ്റ്റ് ഓഫ് 8 hours. അതായത് 8 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ എയും ബിയും, അങ്ങനെ പറയാം, എയും ബിയും എന്ന് പറയുന്ന 2 സ്മോൾ സ്കെയിലിനകത്ത് എത്രയൊക്കെ അവർ പ്രൊഡക്ഷൻ നടത്തണേ? 2 പേർക്കും ഉള്ളത് 8 മണിക്കൂർ തന്നെയാണ്. ആദ്യത്തെ ആൾക്കാർ 30 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ രണ്ടാമത്തെ ആൾക്കാർ 20 യൂണിറ്റ് മാത്രമേ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 15 മിനിറ്റും വേണം. ഫൈൻഡ് ദ പ്രൊഡക്ടിവിറ്റി ഫോർ ഈച്ച് ഷിഫ്റ്റ് ഓഫ് 8 hours. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ ഫോർ ഈച്ച് പെർ വീക്ക് കൺസിസ്റ്റിംഗ് ഓഫ് 6 days? നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനകത്ത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഇവിടെ എത്രയാണ്? അതായത് 8 മണിക്കൂറാണ് വർക്ക് ചെയ്യണേ അല്ലേ? 8 മണിക്കൂറിൽ 60 മിനിറ്റ് വെച്ച്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? 8 മണിക്കൂറാണ്. 8 മണിക്കൂറിന് 60 മിനിറ്റ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിവൈഡർ ബൈ ഓരോ യൂണിറ്റിനും നമുക്ക് എത്ര മിനിറ്റ് വെച്ചിട്ടാണ് വേണ്ടേ? 15 മിനിറ്റ് വെച്ചിട്ടാണ് വേണ്ടേ. സോ 8 hours ആണ്. ആ 8 ഹവേഴ്സിനെ നമ്മൾ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ടോട്ടൽ ഒരു ദിവസത്തെ മിനിറ്റ്സ് എത്രയാണെന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് ആണ്. സോ ഡിവൈഡ് ബൈ 15 മിനിറ്റ്സ് ചെയ്യുന്ന നേരത്ത് ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര വരും? 32 വരും അല്ലേ? സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 32 ആണ്. പക്ഷേ ആദ്യത്തെ ഫേം എത്ര മാത്രമേ ഉള്ളൂ? 20 യൂണിറ്റ് മാത്രമേ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഫേം എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് മാത്രമേ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ.
ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 32 ആണ്. 32 യൂണിറ്റ്സ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം, 32 ആണ്. പക്ഷെ അവർ ആകെ എത്ര മാത്രമേ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ? 20 മാത്രമേ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 20 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആ പറയുന്ന ഫസ്റ്റ് എ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടും. ആൻഡ് ദ സെക്കൻഡ് വൺ 30 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 100 നമുക്ക് ഏതിൻ്റെ കിട്ടും? ബി എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടും. ചെയ്താൽ മനസ്സിലായോ? സോ ആദ്യമേ നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കുന്നു. 8 മണിക്കൂറാണ്. 8 മണിക്കൂർ ഇൻറ്റു 60 മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ദിവസത്തെ ടൈം കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര മിനിറ്റാണ്? 15 മിനിറ്റ് ആണ് ഒരു യൂണിറ്റിന് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഒരു ദിവസം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും? 32 പീസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, അതായത് ഒരു ദിവസം നമുക്ക് 32 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. പക്ഷേ രണ്ട് ഫേമും 30ഉം 20ഉം മാത്രമേ ഉള്ളൂ. സോ നോക്കി, ആദ്യത്തേനകത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 93.75ഉം രണ്ടാമത്തേനകത്ത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 62.5ഉമാണ്. മനസ്സിലായോ? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടും. ഇനി നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെർ വീക്ക് ഒരു ദിവസം 30 യൂണിറ്റ് ആണ് അല്ലേ? അങ്ങനെ ഒരാഴ്ചയിൽ 6 ദിവസമാണെങ്കിൽ 30 ഇൻറ്റു 6 ആദ്യത്തെ ഫേം 150 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തും. രണ്ടാമത്തത് ഒരു ദിവസം 20 യൂണിറ്റ് ആണ് ഇൻറ്റു 6 ഒരാഴ്ച എത്ര യൂണിറ്റ്? 120 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്ത എന്താ, ഒരു യൂണിറ്റിന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് എന്നാണ് സ്റ്റാൻഡേർഡ് വെച്ചേ. സോ 8 മണിക്കൂറിൽ ഒരു ദിവസം ഇൻറ്റു 60 ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയാണ് ഒരു ദിവസത്തെ മിനിറ്റ് എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 15 ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു ദിവസം സ്റ്റാൻഡേർഡായിട്ട് 32 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താമെന്ന്. ആദ്യത്തെ രണ്ടാമത്തെയും രണ്ടും 20ഉം 30ഉം മാത്രമേ പ്രൊഡക്റ്റ് നടത്തിയിട്ടുള്ളൂ. സോ അവരുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ചെക്ക് ചെയ്യാം. എങ്ങനെയാണ്? 20 divided by 32 into 100 and the second one 30 divided by 32 into 100. ഓക്കെ, ഓരോ ഫേമും എത്ര യൂണിറ്റ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വീക്കിൽ. ഓക്കെ, ഒരു ദിവസം 8 മണിക്കൂറാണ്, 20ഉം 30ഉം പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയിൽ 6 ദിവസമാണ്. സോ 6 ഇൻറ്റു 30 ചെയ്യാം, 6 ഇൻറ്റു 20 ചെയ്യാം. മനസ്സിലായോ? ആ രണ്ട് ഫേംസും ഓരോ ടേമിലും അല്ലെങ്കിൽ ഓരോ വീക്കിലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രൊഡക്ഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. The following data is available for a machine in a manufacturing unit. നോക്കി, hours worked per day 8 hours. ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യും. ഇനി വർക്കിംഗ് ഡേയ്സ് പെർ എ മന്ത്, ഒരു മാസത്തിൽ 25 ദിവസമാണ്. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു മാസം 25 ദിവസം വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഒരു തൊഴിലാളിയേ ഉള്ളൂ, പാവം ഒറ്റയ്ക്കാണ്, ഒരാളേ ഉള്ളൂ. ആൻഡ് ദ സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്ഷൻ. ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ നേരത്തെ പ്രോബ്ലത്തിനകത്ത് 15 മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 30 മിനിറ്റ് വേണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ഒരു ദിവസം 8 മണിക്കൂറാണ് വർക്ക് ചെയ്യണേ. അങ്ങനെ ഒരു മാസം ഒരു തൊഴിലാളി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ 25 ദിവസം വർക്ക് ചെയ്യും. സോ ടോട്ടൽ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കി, ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മിനിറ്റ് എടുക്കും? 22 + 8 അങ്ങനെ 30 മിനിറ്റ് എടുക്കും. അതായത് നോക്കി, മിഷൻ ടൈമായിട്ട് 22 മിനിറ്റും വരും, ഓപ്പറേറ്റർ ടൈമായിട്ട് 8 മിനിറ്റും വരും. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞാലേ ഒരു യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് പ്ലാന്റ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് 75% ഓഫ് എഫിഷ്യൻസി, ദാറ്റ് മീൻസ് 100%-ലല്ല, ഇപ്പോൾ നിലവിൽ 75% മാത്രമാണ് എഫിഷ്യൻസി. ദാറ്റ് മീൻസ് ടോട്ടൽ ഉള്ളതിൻ്റെ 75% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ ഓപ്പറേറ്റർ ഈസ് വർക്കിംഗ് അറ്റ് 100% എഫിഷ്യൻസി. ഓപ്പറേറ്റർ 100% എഫിഷ്യൻറ്റി തന്നെയാണ്. ഓപ്പറേറ്റർ ഒരു കാരണവശാലും മടിയനല്ല. ഈ പറഞ്ഞതുപോലെ നല്ല രീതിക്ക് തന്നെയാണ് അവൻ വർക്ക് ചെയ്യണേ. മനസ്സിലായി? ഇവിടെ നോക്കി, രണ്ടുപേരുടെയും ടൈം തന്നിട്ടുണ്ട്. അതായത് മിഷൻ ടൈം 22 പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്ററിന് വേണ്ടി വരുന്ന ടൈം സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 8 മാത്രമാണ്. സോ ഇവിടെ ദ പ്ലാന്റ് ഓപ്പറേറ്റഡ് അറ്റ് 75% എഫിഷ്യൻസി. മനസ്സിലായോ? ആൻഡ് ദ ഓപ്പറേറ്റർ ഈസ് വർക്കിംഗ് അറ്റ് 100% എഫിഷ്യൻസി. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പെർ മന്ത്? ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്നാണ് ചോദിക്കണേ. നോക്കാം. അതായത് അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത് 8 ആണ്, വർക്കിംഗ് ഡേയ്സ് 25 ആണ്. അങ്ങനെ ടോട്ടൽ അവേഴ്സ് വർക്ക്ഡ് പെർ മന്ത് എന്ന് പറയുന്നത് എത്ര വരും? 200 അവേഴ്സ് വരും. ഓക്കെ, ഇനി നോക്കി, മിഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാ? 22 ആണ് അല്ലേ? 22 മിഷൻ ടൈം പറഞ്ഞിരിക്കണേ. ഇനി ഓപ്പറേറ്റർ ടൈം എന്ന് പറയുന്നത് 8 മിനിറ്റ് ആണ്. ആണോ? അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ് വരും, അല്ലെങ്കിൽ അരമണിക്കൂർ വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നമ്മൾ ആ സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ടോട്ടൽ 28 മണിക്കൂർ വെച്ച് 25 ദിവസം വർക്ക് ചെയ്യുമ്പം നമുക്ക് എത്ര വരും? ടോട്ടൽ 25 × 8 200 അവേഴ്സ് വരും.
അല്ലേ? ആ 200 അവേഴ്സാണ് ടോട്ടൽ വരുന്നത്. ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മിനിറ്റാണ്? അരമണിക്കൂറാണ് വേണ്ടത്. അരമണിക്കൂർ 30 മിനിറ്റാണ്. ദാറ്റ് മീൻസ് അരമണിക്കൂറാണ് വേണ്ടത്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര വരും? 400 വരും. ആരൊക്കെ? ഈ പറഞ്ഞ മെഷീനും ഓപ്പറേറ്ററും പ്രോപ്പറായിട്ട് 100% എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും? 400 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? 400 യൂണിറ്റ്സ് ആസ് ദ പ്ലാന്റ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് 75% കപ്പാസിറ്റി, 75% എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര വരും? എത്ര മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ? ടോട്ടൽ 400 ആണ്, അതിൻ്റെ 75%. ദാറ്റ് മീൻസ് 300 യൂണിറ്റ്സ് മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ടോട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 400 ആണ്. അതിൻ്റെ 75% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്ര മാത്രമേ വരുള്ളൂ? ഈ പറഞ്ഞതുപോലെ 300 യൂണിറ്റ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ. ഇഫ് മിഷൻ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, മിഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ, ഒരു മിഷനറിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റിന് വേണ്ടി എടുക്കുന്ന സമയം കുറയും, അല്ലേ? അങ്ങനെയല്ലേ? ഒരു മിഷനറിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി എന്ന് പറയുമ്പോൾ ആ മിഷനറിക്ക് വീണ്ടും സമയം എടുക്കും എന്നല്ല അർത്ഥം. ഇപ്പോൾ 22 മിനിറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ 22 മിനിറ്റ് എടുക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടിയത് കൊണ്ട്, എഫിഷ്യൻസി കൂട്ടിയത് കൊണ്ട് ആ 22 മിനിറ്റ് ഇനി എടുക്കില്ല, അല്ലേ? ഇപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയണേ എന്നാ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് ലാപ്ടോപ്പ് സിസ്റ്റം കേടായിരുന്നു. ഓക്കെ, അതായത് അത് ഓണാക്കാൻ തന്നെ വളരെയധികം സമയമെടുക്കും. ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടി, എന്തൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് സോഫ്റ്റ്വെയറൊക്കെ റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയപ്പം ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്താണ്. ദാറ്റ് മീൻസ് പഴയ സമയം എടുക്കുന്നില്ല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അതേപോലെ ഇവിടെ മിഷനറിക്ക് ഇപ്പോൾ വേണ്ടത് മിഷൻ ടൈമായിട്ട് 22 മിനിറ്റാണ് വേണ്ടത്. സോ ഓക്കെ, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി 10% കൂട്ടി. ദാറ്റ് മീൻസ് ഇനി നമുക്ക് എത്ര മിനിറ്റ് വേണ്ടി വരില്ല? 22 മിനിറ്റ് വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എത്രയായിരിക്കും ഔട്ട്പുട്ട്? നോക്കി, ഇഫ് മിഷൻ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, അതായത് ഇപ്പോൾ 22 ആണ്, ഇത് 10% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയും എത്ര വേണ്ടി വരില്ല? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 22 മിനിറ്റ് വേണ്ടി വരില്ല. സോ 10% പ്രൊഡക്ടിവിറ്റി കൂട്ടുമ്പോൾ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110, കാരണം അത്രയും സമയം നമുക്ക് വരില്ല. സോ എത്ര മാത്രമേ വരുന്നുള്ളൂ? 20 മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഓപ്പറേറ്ററുടെ ഒരു 8 മിനിറ്റും കൂടെ കിടപ്പുണ്ട്. അങ്ങനെ ടോട്ടൽ 28 മിനിറ്റ് ആണ് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വരുന്നത്. ഏത് കൂട്ടിയപ്പം? മിഷനറിയുടെ എഫിഷ്യൻസി കൂട്ടിയപ്പം. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിക്കണേ. അതായത് ഈ പറഞ്ഞതുപോലെ 400 ഇൻറ്റു 30, അതായത് ടോട്ടലായിട്ട് പറഞ്ഞ ടൈമാണ്, ഡിവൈഡഡ് ബൈ എത്ര വരും? ഡിവൈഡ് ബൈ ഒരു യൂണിറ്റിന് എത്ര വരണേ? 28 മിനിറ്റ് ആണ് വരണേ. സോ ഇൻറ്റു അതിൻ്റെ എത്ര ശതമാനം? കപ്പാസിറ്റി എത്ര ശതമാനത്തിലാണ് വർക്ക് ചെയ്യണേ? 75% കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യണേ. സോ ടോട്ടൽ നമുക്ക് എത്ര യൂണിറ്റ് വരും? 321 യൂണിറ്റ്സ് വരും. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ പറയുന്ന 30-28 ആണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ ഒരു കാൽക്കുലേഷനാണ്. ഓക്കെ, അങ്ങനെ ഒരു കാൽക്കുലേഷൻസിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ നോക്കാം. അതായത് ഇവിടെ നോക്കി, ഒരു ദിവസം 8 മണിക്കൂർ അല്ലേ? അങ്ങനെ എത്രയാ? 25 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ചെയ്യുന്ന നേരത്ത് ഞാൻ ഇവിടെ ചെയ്യാവേ, 8 മണിക്കൂർ വെച്ച് 25 എത്ര വരും? 200 അവേഴ്സ് വരും, അല്ലേ? 200 അവേഴ്സ് വരും ഒരു മാസം ടോട്ടലായിട്ട്, ഇൻറ്റു 60. ദാറ്റ് മീൻസ് എത്ര മിനിറ്റ് ആണെന്ന് നോക്കാം. അതായത് 200 ഇൻറ്റു 60 നമുക്ക് എത്ര വരും? ഒരു 12,000 മിനിറ്റ്സ് വരും. 12,000 മിനിറ്റ്സ്. ഓക്കെ, ടോട്ടലായിട്ട്. നേരത്തെ 30 മിനിറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായി? ഒരു യൂണിറ്റിന് എത്ര മിനിറ്റ്സ് ആയി? 28 മിനിറ്റ് ആയി. ദാറ്റ് മീൻസ് ഡിവൈഡ് ബൈ 28 ചെയ്യുമ്പം നമുക്ക് 428 സംതിങ് വരും. ഓക്കെ, ഇൻറ്റു എത്ര ശതമാനം മാത്രമാണ് എഫിഷ്യൻസി? 75% മാത്രമാണ് എഫിഷ്യൻസി. സോ ഇൻറ്റു 75% ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര എണ്ണം വരും? ഈ പറഞ്ഞ 321 തന്നെ വരും. പറഞ്ഞ മനസ്സിലായി?
പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ 30 മിനിറ്റ്സ് എടുക്കില്ല. ഈ പറഞ്ഞ പോലെ മെഷീനറിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയത് കൊണ്ട് 10% കൂട്ടിയത് കൊണ്ട് 22 മിനിറ്റ് എന്ന് പറയുന്ന മെഷീൻ ടൈം മാറിയിട്ട് പകരം 20 മിനിറ്റ് ആവും. പ്ലസ് ഓപ്പറേറ്റിങ്ങിൻ്റെ ടൈം 8 മിനിറ്റ്. അങ്ങനെ 20 + 8 28 മിനിറ്റ് ആണ്. 25 ദിവസം 8 മണിക്കൂർ വെച്ച് 200 അവേഴ്സ് വരും. ഇൻറ്റു 60 ചെയ്യുമ്പോൾ 12,000 മിനിറ്റ്സ് വരും ടോട്ടൽ ഒരു മാസം. ഡിവൈഡ് ബൈ നമുക്ക് ആവശ്യം ഒരു പ്രൊഡക്റ്റിന് 28 മിനിറ്റ് ആണ്. സോ ഡിവൈഡ് ബൈ 28 ഇൻറ്റു 75 ചെയ്യുമ്പോൾ 75% കപ്പാസിറ്റി ചെയ്യുമ്പോൾ, കാരണം നമ്മളടുത്ത് പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര ശതമാനം കപ്പാസിറ്റിയിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ, 75% കപ്പാസിറ്റിയിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ ടോട്ടൽ ഫോം. സോ നമുക്ക് എത്ര യൂണിറ്റ്സ് വരും, 321 യൂണിറ്റ്സ് വരും. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3, അതായത് സബ് ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദ ഓപ്പറേറ്റർ എഫിഷ്യൻസി ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. നേരത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയപ്പോൾ സമയം കുറഞ്ഞെങ്കിൽ ഇവിടെ ഓപ്പറേറ്ററുടെ എഫിഷ്യൻസി 20% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റർ ഇപ്പോൾ എടുക്കുന്നത് 8 മിനിറ്റ് ആണ് അല്ലേ. സോ ആനുപാതികമായിട്ട് എന്ത് കൂടും, എഫിഷ്യൻസി കുറയുമ്പോൾ ആനുപാതികമായിട്ട് ഓപ്പറേറ്റർ എടുക്കുന്ന ടൈം കൂടും. മനസ്സിലായോ? അതായത് ഇപ്പോൾ 8 മിനിറ്റ് ആണ് എടുക്കണേ, അതിൻ്റെ 120%, 120 അല്ലേ, നോക്കാം, യെസ് 20% ആണ് റിഡക്ഷൻ നടത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സോ 120 ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന നേരത്ത് എത്ര വരും, 8 × 120 ഡിവൈഡ് ബൈ 100 എത്രയാ, 9.6 വരും, 9.6. ഓക്കെ. പിന്നെ നമ്മുടെ മിഷൻ ടൈമായിട്ട് 22 കൂടെ വരും. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. സോ 9.6 + 22 എത്ര വരും, 31.6 വരും. അതായത് നേരത്തെ 28 മിനിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി 31.6 ആയി. സോ എത്രയായിരിക്കും, 12,000 ഡിവൈഡ് ബൈ 31.6, 380 വരും. ഇൻറ്റു 75% ചെയ്യുമ്പോൾ 284 വരും. മനസ്സിലായി? അതായത് ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ 31.6 മിനിറ്റ് മാത്രമേ വരുള്ളൂ. ടോട്ടൽ നമുക്ക് ഒരു വർഷം എത്ര മിനിറ്റ്സ് ഉണ്ട്, 12,000 മിനിറ്റ്സ് ഉണ്ട്. ഡിവൈഡ് ബൈ 31.6 ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര യൂണിറ്റ്സ് കിട്ടും എന്നറിയാം. അതിൻ്റെ എത്ര ശതമാനം മാത്രം, 75% വരെ മാത്രമേ ചെയ്യാവൂ. ഓക്കെ. എളുപ്പമാണ്. ഈ പ്രോബ്ലത്തിനകത്ത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ പറയുന്നത് പോലെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പം ഈ പറഞ്ഞ എടുക്കുന്ന ടൈം കുറയും. അതേപോലെ തന്നെ എഫിഷ്യൻസി കുറയുമ്പം ഈ പറഞ്ഞ ഓപ്പറേറ്റർ എടുക്കുന്ന ടൈം കൂടും. ഓക്കെ. എന്നിട്ട് ടോട്ടൽ ആ ഒരു വർഷം 12,000 ആ ഒരു മാസം 25 ദിവസം 8 മണിക്കൂർ വെച്ച് 200 മണിക്കൂറായിരുന്നു. ഇൻറ്റു 60 ചെയ്യുമ്പോൾ 12,000 മിനിറ്റ്സ് വരും. ഡിവൈഡ് ബൈ ഓരോ പ്രൊഡക്റ്റിനും ആവശ്യമായിട്ടുള്ള മിനിറ്റ്സ്. ആദ്യത്തെ അതിനകത്ത് 30 ആയിരുന്നു, പിന്നെ അത് 28 ആയി. മൂന്നാമത്തെ സാഹചര്യത്തിൽ അത് 32 ആയി. സോ ആ 12,000 ഡിവൈഡ് ബൈ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് ആണെന്ന് കിട്ടും, ഇൻറ്റു 75% ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഫേം നിലവിൽ വർക്ക് ചെയ്യുന്നത് എത്ര ശതമാനത്തിന് മാത്രമാണ്, 75% വരെ മാത്രം. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഇല്ലുസ്ട്രേഷൻ ഒന്ന് നോക്കാം. Illustration number 4. The following data is available for the manufacturing units. എന്തൊക്കെയാ, നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് 15 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഡെയിലി വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യും. 15 പേരും കൂടെ 8 മണിക്കൂർ എന്നല്ല പറയണേ, മൊത്തം 15 പേരുണ്ട്. ഓരോരുത്തരും എത്ര മണിക്കൂർ വെച്ച് 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യും. നമ്പർ ഓഫ് ഡേയ്സ്, ഒരു മാസത്തിൽ 25 ദിവസമാണ് അവർക്ക് വർക്കിംഗ് ടൈം വരുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ മന്ത്, അതായത് ഒരു മാസം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തും, 300 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തും. ആൻഡ് സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സ് പെർ യൂണിറ്റ്, ഓരോ സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിനും സ്റ്റാൻഡേർഡ് എത്ര ലേബർ അവേഴ്സ് വേണം, 8 മണിക്കൂർ വേണം. സോ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കണേ, 15 എംപ്ലോയീസ് ഉണ്ട്. ഓരോരുത്തരും 8 മണിക്കൂർ വെച്ച് ഒരു ദിവസം വർക്ക് ചെയ്യും. അങ്ങനെ ഒരു മാസത്തിൽ അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 ദിവസമാണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ മന്ത്, ഒരു മാസം അവർ 300 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് നമുക്ക് എത്ര മണിക്കൂർ വേണം, 8 മണിക്കൂർ വേണം. ഇനി ഓക്കെ, ദ ഫോളോയിങ് ഇൻഫർമേഷൻ വാസ് ഒബ്റ്റെയിൻ നവംബറിലെ ആക്ച്വൽ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. മാൻ ഡേയ്സ് ലോസ്റ്റ് ഡ്യൂ ടു ആബ്സെൻറ്റിസം, 30 മാൻ ഡേയ്സ് പോയി. 30 ദിവസം പോയി എന്നല്ല പറയണേ, 30 മാൻ ഡേയ്സ് പോയി. അതായത് ഇവിടെ നോക്കി, ടോട്ടൽ മാൻ ഡേയ്സ് എത്ര ഉണ്ടാവും, 15 എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യണേ അല്ലേ. 15 എംപ്ലോയീസ് വർക്ക് ചെയ്തു. ഓരോ എംപ്ലോയീസിനും എത്ര ദിവസം വെച്ചിട്ടാണ് ഒരു മാസം വർക്ക് ചെയ്യാൻ കൊടുക്കണേ, 25 ദിവസം വെച്ചിട്ടാണ് കൊടുക്കണേ. സോ 15 × 25 നമുക്ക് എത്ര വരും, ടോട്ടൽ നമുക്ക് 375 ഡേയ്സ് ആണ് മാൻ ഡേയ്സ് വരണേ. ഒരു മാസത്തിൽ എങ്ങനെയാണ് 375 ദിവസം വരണേ എന്നൊന്ന് ചോദിക്കരുത്, മാൻ ഡേയ്സ് ആണ്. മനസ്സിലായോ? അതായത്
15 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, ഓരോ എംപ്ലോയീസും 25 ദിവസം വെച്ച് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാൻ ഡേയ്സ് എന്ന് പറയുന്നത് എത്ര വരും? 375 വരും. ഓക്കെ, അതിനകത്ത് 30 മാൻ ഡേയ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് പോയിട്ടുണ്ട്? ആബ്സെൻറ്റീസമായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്ര മാത്രമേ ഉള്ളൂ? 240 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. 300 ബഡ്ജറ്റ് വെച്ചെങ്കിൽ പോലും 240 പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. ആൻഡ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 276 മാൻ അവേഴ്സ് വെറുതെ പോയിട്ടുണ്ട് ഐഡിയൽ ടൈമായിട്ട്. ഓക്കെ, വേസ്റ്റ് ടൈമായിട്ട് 276 മണിക്കൂർ പോയിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് ദ പെർസെൻറ്റേജ് ആബ്സെൻറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബറിൻ്റെ യൂട്ടിലൈസേഷൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കണം. ആൻഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ലേബർ. ഓക്കെ, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ലേബർ കണ്ടുപിടിക്കണം. ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. എളുപ്പമാണ് ചെയ്യുന്നത്. നോക്കി, നമ്പർ ഓഫ് ഡേയ്സ് പെർ മന്ത് 25 ഡെയിലി വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 5. ഇനി നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 15. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമ്പർ ഓഫ് മാൻ ഡേയ്സ് എന്ന് പറയുന്നത് 25 × 15 എത്ര വരും? 375 മാൻ ഡേയ്സ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് പെർ മന്ത് 375 മാൻ ഡേയ്സ് ആണ്. സോ 375 × ഓരോ ദിവസവും 8 മണിക്കൂർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. സോ ടോട്ടൽ എത്ര മണിക്കൂർ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും എന്ന് നോക്കിയാൽ മതി. 25 ദിവസം 8 മണിക്കൂർ വെച്ച് 15 എംപ്ലോയീസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? ഈ പറയുന്ന പോലെ 3000 മാൻ അവേഴ്സ് വരും. മനസ്സിലായോ? ഇനി അവേഴ്സ് ലോസ്റ്റ് ഇൻ ആബ്സെൻറ്റീസം മനസ്സിലായി? എത്രയാണ് ആബ്സെൻറ്റീസമായിട്ട് പോയിരിക്കുന്നത്? എത്രയാ? 30 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് 240 ദിവസം എന്തായിട്ട് പോകും? ആബ്സെൻ്റ് ആയിട്ട് പോകും അല്ലേ? അതായത് നോക്കി, നമുക്ക് ക്വസ്റ്റിനകത്ത് അങ്ങനെ തന്നിരിക്കണേ, ദ മാൻ ഡേയ്സ് ലൂസ് ടു ആബ്സെൻറ്റീസം. മാൻ ഡേയ്സ് ആണ്. സോ ടോട്ടൽ നമുക്കുണ്ടാവുന്ന ഈ പറഞ്ഞ ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 3000 മാൻ ഡേയ്സ് ആണ്. ആ 3000 മാൻ ഡേയ്സിനകത്ത് നമുക്ക് എത്ര പോയി? ഈ പറഞ്ഞതുപോലെ 3000 മാൻ അവേഴ്സ് അല്ല, 3000 മാൻ ഡേയ്സ് അല്ല, 3000 അവേഴ്സ് ആണ്. അതിനകത്ത് എത്ര നഷ്ടം വന്നിട്ടുണ്ട്? 240 ആബ്സെൻറ്റീസമായിട്ട് പോയിട്ടുണ്ട്. സോ ടോട്ടൽ 240 ഡിവൈഡ് ബൈ 3000 × 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ആബ്സെൻറ്റീസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കാണിക്കാം? 8% കാണിക്കാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ. ഇവിടെ നോക്കി, 240 × 8 ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ലേബർ അവർ ടു പ്രൊഡ്യൂസ് 240 യൂണിറ്റ്സ്. 240 യൂണിറ്റ് ആണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലേ? സ്റ്റാൻഡേർഡ് 300 ആണെങ്കിലും ആക്ച്വൽ നമുക്ക് എത്രയാണ്? 240 യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ വേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് എത്ര വേണം? 8 മണിക്കൂർ വേണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതായത് 240 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര മണിക്കൂർ വേണ്ടി വരും? 240 × 8 1920 അവേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ടോട്ടൽ നമുക്കുള്ള അവേഴ്സ് എത്രയാണ്? ഡിവൈഡ് ബൈ 3000 എത്ര വരും? 64% വരും. മനസ്സിലായോ? ഓക്കെ, അതായത് ചോദിച്ചിരിക്കുന്നത് എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എത്രയാണ്, അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് നിങ്ങൾ ലേബർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ഈ ആബ്സെൻറ്റീസും ഐഡിയൽ ടൈമും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിട്ടേക്ക്. ടോട്ടൽ 3000 അവേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 240 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റിന് 8 മണിക്കൂർ വെച്ച് നമുക്ക് ആകെ കൂടെ എത്ര മാത്രം മതി? 1920 മാത്രം മതി. ഡിവൈഡ് ബൈ 3000 ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് 3000 അവേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതിനകത്ത് നമ്മൾ 1920 അവേഴ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 64% മാത്രമേ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് മനസ്സിലാവുമെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ലേബർ. ദാറ്റ് മീൻസ് ഉള്ളതിനകത്ത് നമ്മൾ എത്ര പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. ഇറ്റ്സ് കോൾഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ലേബർ. സിറ്റുവേഷൻ മനസ്സിലായോ? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ലേബർ. അതായത് ഇവിടെ നോക്കി, ടോട്ടൽ 3000 അവേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ 3000 അവേഴ്സിനകത്ത് നമ്മൾ ആകെ കൂടെ 1920 അവേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 64% ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നോക്കി, ഈ 3000 അവേഴ്സിനകത്ത് ഈ പറഞ്ഞ മാൻ ആബ്സെൻറ്റീസം ഉണ്ടായിരുന്നു. എത്രയാ? 30 ദിവസം. സോ 30 × 8 ഒരു ദിവസം 8 മണിക്കൂർ വെച്ച്
40. ടോട്ടൽ 3000 ആയിരുന്നു. ആ 3000-നകത്ത് നമുക്ക് എത്ര മൈനസ് ചെയ്യാം? ഈ പറഞ്ഞ 240 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് മൈനസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയാണ്? കാരണം 30 ദിവസം നമ്മൾ പ്രോബ്ലത്തിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണേ. അതായത് മാൻഡേജ് ഡ്യൂ ടു ആബ്സെൻറ്റിസം എന്ന് പറഞ്ഞിട്ട് 30 ദിവസമാണ് തന്നിരിക്കുന്നത്. 30 ദിവസം. സോ 30 ദിവസം 8 മണിക്കൂർ വെച്ച് 324 240 മണിക്കൂർ പോയി. അതേപോലെ തന്നെ ഒരു 276 മണിക്കൂർ ഐഡിൽ ടൈം ആയിരുന്നു. സോ ടോട്ടൽ 3000 അവേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് 200 276 രണ്ടും മൈനസ് ചെയ്യാം. 240 എന്ന് പറയുന്നത് ആബ്സെൻറ്റിസം ആണ്, 276 എന്ന് പറയുന്ന ഐഡിൽ ടൈം ആണ്. രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 2484 അവേഴ്സ് കിട്ടും. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വർക്ക് ചെയ്തത് എത്ര മണിക്കൂറാണ്? 2484 മണിക്കൂറാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ? 1920 മണിക്കൂർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇൻറ്റു 100 ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 77.3% കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ട് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ. നിങ്ങൾ ലേബർ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്? മൊത്തം 3000 മണിക്കൂർ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് നിങ്ങൾ 1920 മണിക്കൂറിൻ്റെ മാത്രമേ പണി എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ? 64% വരെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ 3000 മണിക്കൂറിനകത്ത് ഈ പറഞ്ഞതുപോലെ 240 276 അങ്ങനെ 516 മണിക്കൂർ മൈനസ് ചെയ്യാം. അത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ആബ്സെൻറ്റീസും ഐഡിൽ ടൈമായിട്ടൊക്കെ പോയി. സോ അത് വർക്ക് ചെയ്തിട്ടില്ല. അത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് 2484 മണിക്കൂറാണ് വർക്ക് ചെയ്യണേ. അതിനകത്ത് നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഒരു 1920 മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Overall productive of labor in terms of units products per man per month. Overall productivity of labor എങ്ങനെയാ? ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ മാൻ പെർ മന്ത്. ഒരാൾ ഒരു മാസം എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 15 ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഒരാൾ എത്രയാ? 20 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും അല്ലേ? അതായത് നമ്മളോട് സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് 300 ആണ്. സോ ഡിവൈഡ് ബൈ എത്ര വരും? 15 വരും. കാരണം ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് 15. നമുക്കിവിടെ ഒരാളുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 300 ഡിവൈഡ് ബൈ 15 ചെയ്യുന്ന നേരത്ത് 20 യൂണിറ്റ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി എത്രയേ ഉള്ളൂ? 240 മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ. ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് 16 മാത്രമേ വരുന്നുള്ളൂ. അതായത് 20 പ്രൊഡക്ഷൻ നടത്തേണ്ട അവിടെ നമ്മൾ എത്ര മാത്രമേ ഉള്ളൂ? 16 മാത്രമേ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ കണ്ടോ, പ്രൊഡക്ടിവിറ്റി ഫോൾസ് ബൈ എത്രയാണ്? 25% നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അതാ. ടോട്ടൽ ലേബർ അവേഴ്സ് 3000 ഉണ്ടായിരുന്നു. അതിനകത്ത് 1920 മാത്രമേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനെ നമ്മൾ പറഞ്ഞ എന്താ? എഫിഷ്യൻസി യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എത്രത്തോളം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, യൂട്ടിലൈസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? പ്രൊഡക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് 3000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടില്ല. അതിനകത്ത് ഈ പറയുന്ന ആബ്സെൻറ്റീസും ഐഡിൽ ടൈമൊക്കെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2484 സംതിങ് കിട്ടും. അത്രയും വർക്ക് ചെയ്തു, അത്രയും മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തു, ഫാക്ടറിക്കകത്ത് വർക്ക് ചെയ്തു. പക്ഷേ അതിനകത്ത് എത്രയുടെ ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? 1920 യൂണിറ്റ്സിൻ്റെ ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രയും അവേഴ്സിൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായോ? ആൻഡ് ലാസ്റ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതെ, ലാസ്റ്റ് പ്രോബ്ലം. ആൻഡ് ഇൻസെൻറ്റീവ് സ്കീം അലൗസ് ദ പ്രൊപ്പോർഷനേറ്റ് പ്രൊഡക്ഷൻ ബോണസ് ബിയോണ്ട് 100% പെർഫോമൻസ് ലെവൽ. അതായത് ഈ പറഞ്ഞതുപോലെ 100% നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസെൻറ്റീവ് കിട്ടും. നമ്മൾ നേരത്തെ ഈ തിയറിക്കകത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ 500 മൊബൈൽ ഫോൺസ് പ്രൊഡക്ഷൻ നടത്തേണ്ട അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് 600 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തിയാൽ നിങ്ങൾ എഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻസെൻറ്റീവ് സ്കീംസ് അലൗ പ്രൊപ്പോർഷനേറ്റ് പ്രൊഡക്ഷൻ ബോണസ്. എങ്ങനെയാണ്? പ്രൊപ്പോർഷനേറ്റ് പ്രൊഡക്ഷൻ ബോണസ്. നോർമൽ പ്രൊഡക്ഷൻ എത്രയാണോ അതിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ കിട്ടും? ബോണസും കൂടെ കിട്ടും. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ് ബോണസ്. എത്രയാണ് ഇൻസെൻറ്റീവ് ബോണസ് എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ടോട്ടൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ആൻ ഓപ്പറേറ്റർ ഓൺ എ പർട്ടിക്കുലർ ഡേ ഡ്യൂറിംഗ് വിച്ച് ദ ഫോളോയിങ് പർട്ടിക്കുലർ സപ്ലൈ. ദാറ്റ് മീൻസ് ഇൻസെൻറ്റീവ് എത്രയാണെന്ന് അറിയണം, ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണെന്ന് അറിയണം. നമുക്ക് നോക്കാം. ഓക്കെ, വർക്ക് കണ്ടന്റ് 30 സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് പെർ അസംബിൾഡ് ഡേ സെറ്റ്. 30 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അറ്റൻഡൻറ്റ് ടൈം 8 hours പറഞ്ഞിട്ടുണ്ട്. ടൈം സ്പെൻഡ് ഓൺ അൺമെഷേർഡ് വർക്ക് 2 hours പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് സെറ്റ് അസംബിൾഡ് ഡ്യൂറിംഗ് ദ ഡേ 15 എണ്ണമാണ് നമ്മൾ അസംബിൾ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം അസംബിൾ ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 30 സ്റ്റാൻഡേർഡ് മിനിറ്റ് വേണം.
ഓക്കെ, ഇവിടെ ടോട്ടൽ നമ്മൾ 10 മണിക്കൂറാണ് വർക്ക് ചെയ്യണേ. അതിനകത്ത് 8 മണിക്കൂർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമും 2 മണിക്കൂർ എന്ന് പറയുന്നത് അൺമെഷേർഡ് വർക്കാണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞതുപോലെ അസംബിളിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനായിരിക്കാം. സോ ടോട്ടൽ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്ന ടൈം നോക്കാം. ഇനി വേജ് റേറ്റ് എങ്ങനെയാണ്? 1 മണിക്കൂറിന് എത്ര വെച്ചിട്ടാണ് കൊടുക്കണേ? 4 രൂപ വെച്ചിട്ടാണ് കൊടുക്കണേ. 1 മണിക്കൂറിന് 4 രൂപ വെച്ചിട്ടാണ് കൊടുക്കണേ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കണേ? ഒരു യൂണിറ്റ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് എടുക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് 10 മണിക്കൂറാണ്. അതിനകത്ത് 8 മണിക്കൂർ മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം നിങ്ങൾ എത്ര എണ്ണം? 15 സെറ്റ് അസംബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും? 4 രൂപ വെച്ച് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസെൻറ്റീവ് എത്രയാണ്, ടോട്ടൽ വേജസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് ദ നെറ്റ് ലേബർ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എത്രയാണെന്ന് നോക്കണം. മനസ്സിലായോ? സോ ഇവിടെ നോക്കി 30 മിനിറ്റാണ് ഒരെണ്ണത്തിന് വേണ്ടത് അല്ലേ? അങ്ങനെ ഒരു ദിവസം നമ്മൾ 15 അസംബിൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് വേണ്ടത് 450 മിനിറ്റാണ് അല്ലേ? ടോട്ടൽ നമുക്ക് വേണ്ടത് 450 മിനിറ്റാണ്. ഇതിനകത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്നു വെച്ചാൽ നോക്കി, അറ്റൻഡൻറ്റ് ടൈം ആണ് 8 മണിക്കൂർ. അതിനകത്താണ് ടൈം സ്പെൻഡ് ഫോർ അൺമെഷേർഡ് വർക്ക്. ദാറ്റ് മീൻസ് ഇവിടെ ടോട്ടൽ 10 അല്ല, ടോട്ടൽ വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂറാണ്. അതിനകത്ത് 2 മണിക്കൂർ എന്ന് പറയുന്നത് അൺമെഷേർഡ് ആണ്. സോ ബാലൻസ് വർക്ക് ചെയ്യുന്ന എത്ര മാത്രമായിരിക്കും? 6 മണിക്കൂർ മാത്രമായിരിക്കും. ഞാൻ നേരത്തെ 8+2 ആണ് പറഞ്ഞത്. അങ്ങനെയല്ല, ടോട്ടൽ 8 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യണേ ഒരു ദിവസം. ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ? 6 മണിക്കൂർ മാത്രമാണ് വർക്ക് ചെയ്യണേ. സോ നോക്കി, ഇവിടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 - 2 എത്ര മാത്രമേ ഉള്ളൂ? 6 മണിക്കൂർ മാത്രമേ ഉള്ളൂ അല്ലേ? സോ 6 മണിക്കൂറിന് 60 മിനിറ്റ് വെച്ച് നമുക്ക് എത്ര വരും? 360 മിനിറ്റ്സ് വരും. ഓക്കെ, സോ നമുക്കിവിടെ ടോട്ടൽ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മിനിറ്റ് വേണം? അതായത് നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരെണ്ണത്തിന് 30 മിനിറ്റ് വെച്ച് വേണം. പക്ഷേ ഒരു യൂണിറ്റ് അസംബിൾ ചെയ്യാൻ നിങ്ങൾക്ക് 30 മിനിറ്റ് വേണം. അങ്ങനെ 15 മിഷൻസ്, നിങ്ങൾക്കല്ല, ഒരു സ്റ്റാൻഡേർഡാണ് പറയണേ. അങ്ങനെ 15 നിങ്ങൾ ഒരു ദിവസം ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 450 മിനിറ്റ് വർക്ക് ചെയ്യണം. പക്ഷേ നിങ്ങളിവിടെ ആകെ കൂടെ എത്ര മാത്രം മിനിറ്റ് വർക്ക് ചെയ്തിട്ടുള്ളൂ? 360 മിനിറ്റ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ? ടോട്ടൽ 8 മണിക്കൂർ ഉണ്ടെങ്കിലും 2 മണിക്കൂർ അൺമെഷേർഡ് ആണ്, ബാക്കി 6 മണിക്കൂറാണ്. 6 × 60 360 മിനിറ്റ് മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കി, പെർഫോമൻസ് നോക്കാം. എങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം 360, പക്ഷേ നിങ്ങൾ 450 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 450 മിനിറ്റിനുള്ള വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 450 മിനിറ്റ് വർക്ക് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നോർമൽ ഒരാൾ 450 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എത്ര മിനിറ്റ് കൊണ്ട് ചെയ്തു? 360 മിനിറ്റ് കൊണ്ട് ചെയ്തു. മനസ്സിലായോ? സോ 450 × 360 × 100 നമുക്ക് എത്ര വരും? 450 / 360 × 100. അതായത് നോർമൽ ഒരാൾ വർക്ക് ചെയ്യണതിനേക്കാൾ നിങ്ങൾ 25% കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ദിവസം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, ഒരു പ്രൊഡക്റ്റ് അസംബിൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഓക്കെ, ഒരു ദിവസം ഒരാൾ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അസംബിൾ ചെയ്തത് 15 സെറ്റാണ്. സോ 15 സെറ്റ് വേറൊരാൾ നോർമലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേർക്ക് 450 മിനിറ്റ് വേണം. പക്ഷേ നിങ്ങൾ ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് ചെയ്യണേ? നിങ്ങൾ ആകെ കൂടെ 360 മിനിറ്റ് കൊണ്ടാണ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി റേറ്റ് എന്ന് പറയുന്നത് 125%. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 100%-നേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ പെർഫോമൻസ്. ദാറ്റ് മീൻസ് ഈ 25%-ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയേ പറ്റൂ? 25%-ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയേ പറ്റൂ? നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടിയേ പറ്റൂ. മനസ്സിലായോ? ഇവിടെ നോക്കി, ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ വരും? 6 × 4 × 25 അല്ലേ? അതായത് ഒരു ദിവസത്തെയാണ് പറയണേ. ഒരു ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യനകത്ത് വേണ്ടോ ₹4 per hour. ഓക്കെ, 4 രൂപ 4 per hour ആണ് പറഞ്ഞിരിക്കണേ. അങ്ങനെ 6 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യണേ അല്ലേ? മൊത്തം 8 മണിക്കൂറാണെങ്കിലും 6 മണിക്കൂർ മാത്രമാണ് വർക്ക് ചെയ്യണേ. സോ നമുക്ക് എത്ര വരും? 6 × 4. ഓക്കെ, അതിൻ്റെ 0.25% നിങ്ങൾക്ക് എന്തും കൂടെ കിട്ടും? ഇൻസെൻറ്റീവായിട്ട് കിട്ടും. അതായത് ടോട്ടൽ 8 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യും. അതിനകത്ത് 2 മണിക്കൂർ അൺമെഷേർഡ് ആണ്. ആ 2 മണിക്കൂർ പോട്ടെ, ബാക്കി 6 മണിക്കൂറിന് മാത്രമേ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ഈ പ്രോബ്ലത്തിനകത്ത് ആകെ കൂടെ നിങ്ങൾക്ക് നോക്കാനുള്ള അത് മാത്രമാണ്. ഇൻസെൻറ്റീവ് കിട്ടുന്നത് മെഷേർഡിനും, ടോട്ടൽ വേജസ് കിട്ടുന്നത് അല്ലെങ്കിൽ നോർമൽ വേജസ് കിട്ടുന്നത് ടോട്ടലിനുമാണ്. ഓക്കെ, മനസ്സിലായോ?
സോ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ടോട്ടൽ വേജസ് 8 മണിക്കൂറിന് 32 രൂപ വെച്ച് കിട്ടും. ഒരു മണിക്കൂറിന് 4 രൂപ വെച്ച് 8 × 4 32 കിട്ടും. ഇൻസെൻറ്റീവ് ബോണസ് കിട്ടുന്നത് 6 രൂപയും. അങ്ങനെ ടോട്ടൽ 32ഉം 6ഉം 38 രൂപയാണ് നിങ്ങൾക്ക് കിട്ടണേ. സിറ്റുവേഷൻ മനസ്സിലായോ? സോ പ്രോബ്ലം വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കി തനിയെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ.